തെരുവിലെ ഗുണ്ടയിൽ നിന്ന് ലോക ചാമ്പ്യനായവന്റെ കഥ നിങ്ങൾക്കറിയാമോ? സ്റ്റോറി ഓഫ് മൈക്ക് ടൈസൺ. 1966 ന്യൂയോർക്കിലായിരുന്നു മൈക്ക് ടൈസന്റെ ജനനം. അച്ഛൻ ഉപേക്ഷിക്കുകയും അമ്മയുടെ മരണവും കുട്ടിക്കാലത്തുണ്ടായിരുന്ന ദുരിതങ്ങളും അവനെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തി. 11-ാം വയസ്സിൽ തന്നെ 38 കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കുറ്റവാളിയാകുമെന്ന് പലരും വിധിയെഴുതി. അങ്ങനെയിരിക്കെ കസ്ഡി അമാറ്റോ എന്ന പ്രശസ്തനായ ബോക്സിംഗ് ട്രെയിനറെ ടൈസൺ പരിചയപ്പെടുന്നത്. ടൈസന്റെ കൺട്രോൾ ഇല്ലാത്ത രോഷവും ശക്തിയും അദ്ദേഹം ബോക്സിംഗിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അദ്ദേഹം അവനെ ബോക്സിംഗ് പരിശീലിപ്പിച്ചു. ആദ്യ കളിയിൽ തന്നെ ഒപ്പോണന്റിനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നോക്കൌട്ടാക്കി. 20-ാം വയസ്സിൽ തന്നെ ടൈസൺ ഹെവി വെയിറ്റ് വേൾഡ് ചാമ്പ്യനായി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ എന്ന റെക്കോർഡും മൈക്ക് ടൈസൺ തന്റെ പേരിലാക്കി. എന്നാൽ അങ്ങനെയിരിക്കെ 1992 റേപ്പ് കേസ് കാരണം 3 വർഷം ജയിലിലാവുകയും പിന്നീടുള്ള മാച്ചിൽ എവാണ്ടർ ഹോളിഫീൽഡിന്റെ തോൽവിയെ പേടിച്ച് അയാളുടെ ചെവി ടൈസൺ കടിച്ചു മുറിച്ചതോടെ ലോകം അവനെ ഭീകരനായ വില്ലനായി കണ്ടു. ലക്ഷക്കണക്കിന് ആരാധകരുള്ള മൈക്ക് ടൈസൺ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്പോർട്സ്മാനായി മാറി. മൈക്ക് ടൈസൺ തന്റെ ജീവിതത്തിൽ നിന്ന് വലിയൊരു പാഠം കൂടി പറഞ്ഞു വന്നു. വിജയം ലഹരിയാക്കാം, പക്ഷേ ഭ്രമമാകരുത്. കാരണം ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം വലുതായിരിക്കും.